എം.ആർ. അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നടപടിക്ക് പിന്നാലെ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്നും മാറ്റിയാൽ പകരം എച്ച്. വെങ്കടേഷും ബൽറാം കുമാർ ഉപാധ്യായും മനോജ് എബ്രഹാമുമാണ് പരിഗണനയിലുള്ളത്. അതേസമയം തന്റെ വിശ്വസ്തനായ എം.ആർ. അജിത് കുമാറിനെ മുഖ്യമന്ത്രി പൂർണ്ണമായും കൈവിടുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ആഭ്യന്തര വകുപ്പിനെതിരെയും സേനയിലെ ഉന്നതനായ IPS ഉദ്യോഗസ്ഥനെതിരെയും ഉണ്ടായ വെളിപ്പെടുത്തൽ കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. CPMന്റെ സമീപകാല ചരിത്രത്തിലെ വലിയൊരു പ്രതിസന്ധി കൂടിയാണിത്. എം.ആർ. അജിത് കുമാർ എന്ന IPS ഉദ്യോഗസ്ഥൻ ആഭ്യന്തര വകുപ്പിലെ സമുന്നതനും അധികാര ഇടനാഴിയിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തിയുമാണ്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതല കിട്ടിയ നാൾ മുതൽ സൂപ്പർ DGP എന്ന വിളിപ്പേരിൽ സേനയ്ക്കകത്തും പുറത്തും ആരോപണം ഉയരുന്നു. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ കൊലയാളി എന്ന് പറഞ്ഞ് ഭരണപക്ഷ MLA തന്നെ തുടർച്ചയായി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുമ്പോൾ ആടിയുലയുകയാണ് ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും. മുഖ്യമന്ത്രിയും വകുപ്പും പ്രതിക്കൂട്ടിലാകുമ്പോൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ശരവേഗത്തിലാണ് ആദ്യ നടപടി ഉണ്ടായത്. IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നു, മുഖ്യമന്ത്രിയും DGPയും കൂടിക്കാഴ്ച നടത്തുന്നു. ഒരു പടി കൂടി കടന്ന IPS അസോസിയേഷന്റെ വേദിയിൽ ആരോപണ വിധേയന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഒരു പൊതുവേദിയിൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് തികച്ചും അസാധാരണം. ഉടൻ തന്നെ കോട്ടയത്തെ സമ്മേളനത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. അവിടെ തീർന്നു വേഗത. പിന്നെ അങ്ങോട്ട് തിരക്കിട്ട ചർച്ചകളും കൂടിയാലോചനകളും മാത്രം. വേദിയിൽ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകളേറെ പിന്നിട്ടിട്ടും അന്വേഷണ ചുമതല ആർക്ക് നൽകുമെന്ന് തീരുമാനിക്കാനോ എം.ആർ. അജിത് കുമാറിനെ മാറ്റാനോ സർക്കാരിന് കഴിയുന്നുമില്ല. അതേസമയം പാർട്ടിയിൽ നിന്നും ഭരണതലത്തിൽ നിന്നും കടുത്ത സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ മേലുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ചേർന്ന് എം.ആർ. അജിത് കുമാർ ഗൂഢസംഘമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നുവെന്ന ഗുരുതര ആരോപണം തെളിവുകൾ നിരത്തി PV അൻവർ ഉന്നയിക്കുമ്പോൾ MLAക്ക് പിന്തുണയുമായി ഭരണപക്ഷത്ത് നിന്ന് KT ജലീലും കാരാട്ട് റസാഖും രംഗത്തു വന്നു എന്നതും ശ്രദ്ധേയം. ഭരണപക്ഷത്തിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും പ്രതിഷേധവും സമ്മർദ്ദവും ശക്തമാകുമ്പോൾ ഒരിക്കൽ തന്റെ വിശ്വസ്തനായിരുന്ന എം.ആർ. അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് തന്നെയാകും നിർണായകം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.